ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജാസ് വ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളുള്ളത് ലക്ഷദ്വീപിലെ അഗത്തി ഐലൻഡിലാണ്. ഇപ്പം നമ്മളുള്ളത് നമ്മുടെ ദ്വീപിലെ തന്നെ വെസ്റ്റേൺ ജെട്ടിയിലാണ്. സമയം രാത്രി 12 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ തകൃതിയായിട്ട് ഒരു പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു വണ്ടിയിൽ വലിയ ടാങ്കിൽ വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട്. ആ വെള്ളം മോട്ടർ വെച്ചിട്ട് കുറേ ടാങ്കുകളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതേ കണ്ടോ, വണ്ടികളിൽ വലിയ ടാങ്കിൽ വെള്ളം കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതായത് നമ്മുടെ ദ്വീപിൽ നിന്നും നമ്മുടെ തൊട്ടടുത്ത ദ്വീപായിട്ടുള്ള കവരത്തി ദ്വീപിലേക്ക് കടൽ വെള്ളം ശുദ്ധീകരിച്ചിട്ടുള്ള NIOT വെള്ളം കൊണ്ടുപോവാണിത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഈ ഒരു വെള്ളം എന്തിനാണ് കവരത്തി ദ്വീപിലേക്ക് കൊണ്ടുപോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കവരത്തി ദ്വീപിലെ പൈപ്പ് ലൈന് ചെറിയൊരു തകരാറ് സംഭവിച്ചിട്ടുണ്ട്. അപ്പം ആ ദ്വീപിലാണെങ്കിൽ കുറേ ഡയാലിസിസ് പേഷ്യൻസ് ഉണ്ട്. അപ്പം നമ്മുടെ ഈ ഒരു വെള്ളം കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അവരുടെ ട്രീറ്റ്മെൻറ്റിനെ അത് ബാധിക്കും. അപ്പോൾ അത് ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കവരത്തിയിൽ തന്നെയുള്ള പുഷ്പ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാരവാഹികളാണ് വന്നിട്ട് ഈ ഒരു വെള്ളം അവരുടെ ദ്വീപിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ ഒരു പുഷ്പ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കവരത്തി കേന്ദ്രീകരിച്ചിട്ട് ഒരുപാട് സന്നദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ്. ഇവരുടെ കാര്യങ്ങൾ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. കാരണം ഇവരേറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത് ആരോഗ്യ മേഖലയിലാണ്. അതായത് ഇപ്പോൾ നമ്മുടെ ദ്വീപിലെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് ഇപ്പോൾ എന്തെങ്കിലും ഒരു സിവിയർ കേസ് വന്നു കഴിഞ്ഞാൽ, അതായത് ദ്വീപിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടക്കില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെത്രയും പെട്ടെന്ന് കേരളത്തിലേക്ക് ഇവാക്യുവേഷൻ ചെയ്യുന്നൊരു പ്രോസസ്സുണ്ട്. അപ്പോൾ ചില സമയത്ത് ഈ പറയുന്ന പേഷ്യൻസിൻ്റെ കയ്യിൽ ഈ ഇവാക്യുവേഷൻ എന്ന് പറയുമ്പോൾ ഒരുപാട് എന്താ പറയുന്നത് ചിലവുള്ളൊരു സംഭവമാണ്. അപ്പോൾ അവരുടെ കയ്യിൽ അത്രയൊരു എമൗണ്ട് പെട്ടെന്ന് എടുക്കാനുണ്ടാവത്തില്ല. അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ ഇവർ ഒരുപാട് സഹായിക്കാറുണ്ട്. അതുപോലെ തന്നെ നിർധനരായിട്ടുള്ള രോഗികൾക്ക് വേണ്ടുന്ന മെഡിസിൻ കാര്യങ്ങളൊക്കെ ഇവർ കൊടുക്കാറുണ്ട്. പിന്നെ പാവപ്പെട്ട വീടുകളിലെ പെൺകുട്ടികളുടെയൊക്കെ വിവാഹ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഇവർ സഹായിക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് പ്രവർത്തികൾ ഇവർ എല്ലാ ഒരു സന്നദ്ധ സംഘടനകൾക്കും മാതൃകയായിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് ഇവരുടെ ഈ ഒരു ഓർഗനൈസേഷൻ. നമ്മുടെ ദ്വീപിൽ വന്നു കഴിഞ്ഞാൽ, ഏത് ദ്വീപിൽ വന്നു കഴിഞ്ഞാലും ഈ ഒരു പുഷ്പ എന്ന് പറയുന്ന ഈ ഒരു ഓർഗനൈസേഷൻ്റെ കാര്യം നമ്മൾ കേൾക്കും. അത് ഉറപ്പായിട്ടും നമ്മൾ കേൾക്കും. കാരണം ഒരുപാട് ഇപ്പം മറ്റ് ദ്വീപുകളിലേക്ക് ആവശ്യത്തിനും ഇവർ സഹായിക്കാറുണ്ട്. ഇപ്പം മറ്റേതെങ്കിലും ദ്വീപുകളിൽ എന്തെങ്കിലും അത്യാവശ്യങ്ങൾ വന്നു കഴിഞ്ഞാലും ഇവർ പോയി അത് സഹായിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു രാത്രി, അതായത് പാതിരാത്രി സമയത്തും ഇപ്പോൾ ഇവർ ഈ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവർ കഴിഞ്ഞ ദിവസം വന്ന് ഇവിടെ സ്റ്റേ ചെയ്തു. ഇവർ ഗവൺമെൻറ്റിനായിട്ടൊക്കെ ഇടപെട്ടിട്ടാണ് ഇവർക്കൊരു ബാർജ് ഗവൺമെൻറ് തന്നെ ഇവർക്കൊരു ബാർജ് വിട്ടുകൊടുത്തു. അപ്പോൾ ആ ഒരു ബാർജിലാണ് ഇപ്പോൾ ഇവർ ഈ ഒരു വെള്ളം കൊണ്ടുപോകുന്നത്. 30,000 ലിറ്റർ വെള്ളമാണ് ഇപ്പോൾ ഇവർ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവർക്കൊരു 1-2 മാസത്തേക്ക് ആ പേഷ്യൻസിന് സുഖമായിട്ട് അവരുടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഒരു രോഗികൾക്കും ഒരു ബുദ്ധിമുട്ടും വരാൻ പാടില്ല എന്നാണ് ഇവർ പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ദ്വീപിലും ഈ NIOT വെള്ളത്തിന് പലപ്പോഴും ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട്. കുറേ മാസങ്ങളോളം പൈപ്പിൽ നിന്ന് വെള്ളം വരാതൊക്കെ ഇരുന്നിട്ടുണ്ട്. പക്ഷേ എങ്കിൽ തന്നെയും തൊട്ടടുത്ത ദ്വീപുകാർക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ അടുത്ത ദ്വീപുകാർ തന്നെയാണ് സഹായിക്കുന്നത്. ഇതാണ് ലക്ഷദ്വീപിൻ്റെ ഒരു ഐക്യം, ഒരു സ്നേഹം. അവരുടെ ആ ഒരു അവരുടെ ആ ഒരു നിലനിൽപ്പെന്ന് പറയുന്നത് തന്നെ ഇതാണ്. അപ്പോൾ നമുക്ക് ഇവരെല്ലാവരെയും ഒന്ന് പരിചയപ്പെടണം. അപ്പം ഞാൻ അവരെല്ലാവരെയും വിളിച്ചിട്ടുണ്ട്. അത് ഒരാൾ മുകളിലിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെല്ലാവരെയും വിളിച്ചിട്ടുണ്ട് പരിചയപ്പെടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ തന്നെ പറയട്ടെ അവരെന്തൊക്കെയാണ്, അവരുടെ സംഘടന എന്താണ്, അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്നൊക്കെ ഉള്ളത് അവർ തന്നെ പറയട്ടെ. പറഞ്ഞു, നമ്മളിപ്പോൾ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മതി. ഞങ്ങൾ കവരത്തി പുഷ്പ ഓർഗനൈസേഷൻ ഒരു ഡയാലിസിസ് യൂണിറ്റ് നടത്തുന്നുണ്ട് കവരത്തിലായിട്ട്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച കവരത്തിയിൽ NIOTൻ്റെ പൈപ്പ് ലൈൻ മോശമായതിനാൽ ഡയാലിസിസ് യൂണിറ്റ് നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഓർഗനൈസേഷൻ്റെ മെമ്പർമാർ സംയുക്തമായിട്ട് തൊട്ടടുത്ത അഗത്തി ദ്വീപിൽ നിന്ന് NIOT വെള്ളം 60,000 ലിറ്റർ വെള്ളം കവരത്തിയിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി അഡ്മിനിസ്ട്രേഷൻ്റെ ഇടപെടലുകൾ ആവശ്യമായതിനാൽ അവരുടെ സഹായത്തോടെ ഞങ്ങൾ ഈ ബാർജിലോട്ട് വെള്ളം കയറ്റാൻ വേണ്ടി വന്നതാണ്. അല്ലാത്ത ഒരു പക്ഷം രോഗികൾ 11ഓളം വരുന്ന രോഗികൾ വൻകരയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ടാകും. ഈ ഒരു സാഹചര്യത്തിൽ രോഗികളുടെ വൻകരയിലേക്ക് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുകൾ സാമ്പത്തികമായിട്ടും വല്ലാത്തൊരു പ്രതിസന്ധി നേരിടുന്ന സമയമാണ്. ഇത് ഞങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ഞങ്ങളുടെ കൂട്ടായ്മയിൽ ഞങ്ങൾ വന്നാണ്
ഞങ്ങൾക്ക് അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരുപാട് സപ്പോർട്ടുകളും പ്രത്യേകിച്ച് അഗത്തി ദ്വീപിൽ നിന്നുള്ള ഒരുപാട് ആൾക്കാരുടെ സഹായങ്ങൾ ഞങ്ങൾക്ക് മറക്കുവാൻ പറ്റാത്തൊരു മുതൽ തന്നെയാണ്. കാരണം ഞങ്ങളുടെ വണ്ടികളും ഞങ്ങൾക്ക് വേണ്ട സഹായങ്ങളും ഏത് രാത്രിയിലും അഗത്തി ദ്വീപിലെ എല്ലാവരും ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അതുമാത്രമല്ല, ഞങ്ങൾ ഇന്ന് രാത്രി വൈകിട്ട് 6 മണിക്ക് തുടങ്ങിയാണ് ഈ പരിപാടി. ഞങ്ങൾ ഈ പരിപാടി തുടങ്ങിയത് പലർക്കും അറിഞ്ഞിട്ട് ഭക്ഷണങ്ങളായിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ഡ്രിങ്ക്സ് ആയിട്ട് എല്ലാം ഞങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഇവിടുത്തെ നാട്ടുകാരും കവരത്തിലുള്ള ഇവിടെ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സുമാരും അവരുടെ ആൾക്കാരെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി സഹായം ചെയ്തിട്ടുണ്ട്. നിങ്ങളൊരു ക്ലബ്ബാണ് എന്തായി പുഷ്പ ഓർഗനൈസേഷൻ 1982 രൂപം കൊണ്ടതാണ്. ആരോഗ്യ മേഖലയിലാണ് കൂടുതൽ ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് 2 യൂണിറ്റ് ഉണ്ട്, അഗത്തിയിലും കവരത്തിയിലും. കവരത്തിയിൽ 11ഓളം പേഷ്യൻ്റ് ഓൾറെഡി ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ അഗത്തിയിൽ 2 പേഷ്യൻ്റ് ഉണ്ട്. അതുമാത്രമല്ല, ഞങ്ങളുടെ ഈ ഒരു ഡയാലിസിസ് യൂണിറ്റിൻ്റെ ശാന്തി മെഡിക്കൽ ഇൻഫർമേഷൻ സെൻറ്റർ തൃശ്ശൂരിലുള്ള ഉമാപ്രേമനാണ് ഞങ്ങളുടെ ഈ യൂണിറ്റിൻ്റെ ഡയറക്ടർ. അവരുടെ സഹായത്തോടെയാണ് ഞങ്ങൾ ഈ 2 യൂണിറ്റുകളും റൺ ചെയ്തുകൊണ്ട് പോകുന്നത്. അതുമാത്രമല്ല, ഞങ്ങൾക്ക് ഡയാലിസിസ് യൂണിറ്റിൻ്റെ ടെക്നീഷ്യന്മാർ ദ്വീപിലെ തന്നെ 5ഓളം ടെക്നീഷ്യന്മാരുണ്ട്. ഇവിടെ അഗത്തി ദ്വീപിലത്തെ ഒരു ടെക്നീഷ്യനുണ്ട്, കവരത്തിയിൽ 4ഓളം ടെക്നീഷ്യന്മാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വളരെ സന്തോഷത്തിൽ ഒരു രോഗികൾക്കും ഒരു ബുദ്ധിമുട്ടുമില്ലാണ്ട് രോഗം ഭേദമാകട്ടെ എന്നുള്ള ഒരൊറ്റ ചിന്തയിൽ ഞങ്ങളുടെ ഈ കൂട്ടായ്മ പ്രവർത്തനം കൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ഞങ്ങൾ അത് വളരെ സന്തോഷത്തോടെ അവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഞങ്ങൾക്ക് പറയുവാനുള്ളത്, ഇത്തരം അസുഖങ്ങൾ സർവശക്തനായ അള്ളാഹു ഇനി ഒരാൾക്കും കൊടുക്കരുതെന്നുള്ള ഒരു പ്രാർത്ഥനയാണ് ഞങ്ങൾക്കുള്ളത്. കാരണം ഇത്തരം അസുഖങ്ങൾ വന്നാൽ കുടുംബത്തിൻ്റെ ആസ്തി പോലും നഷ്ടപ്പെടുന്ന സാഹചര്യം നമ്മുടെ ദ്വീപുകളിലുണ്ട്. നിങ്ങൾ ഇങ്ങനത്തെ പ്രവർത്തനം അല്ലാതെ വേറെയും കുറേ സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെന്ന് നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. എല്ലാ സന്നദ്ധ മേഖലകളിലും നിങ്ങൾ നിങ്ങളുടേതായ ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ മേഖല, പിന്നെ പാവങ്ങൾക്കുള്ള എന്തൊക്കെ സഹായങ്ങൾ ഞങ്ങൾ ഭാഗത്ത് നിന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റും അത്, പിന്നെ ഈ ദുരിതാശ്വാസ ഇതിലോട്ട് ക്യാൻസർ രോഗികൾക്ക് ഇത്തരം മേഖല ലക്ഷദ്വീപിനെ പിടിപെടുന്ന എന്ത് ബുദ്ധിമുട്ടുകളും ഞങ്ങളുടെ സൊല്യൂഷൻ നിങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇവരാണ് പുഷ്പ ടീംസ് കവരത്തി ദ്വീപിലുള്ളത്. ഇത്രയും പേരാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. അവരും ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, ഞങ്ങളുടെ ഓർഗനൈസേഷൻ്റെ താഴെ ഒരു സോഷ്യൽ കെയർ ബോർഡ് രൂപം കൊണ്ടിട്ടുണ്ട്. അതിൽ 250ഓളം വീടുകൾ, ഫാമിലി, അവർക്ക് ഞങ്ങളിപ്പോൾ ചെയ്യുന്നത് പെട്ടെന്ന് ഒരു ഇവാക്വേഷൻ വരുമ്പോൾ അവർക്ക് ഇവാക്വേഷത്തിൻ്റെ പൈസയും ഓപ്പറേഷത്തിൻ്റെ പൈസയും ഞങ്ങളത് ചെയ്തു കൊടുക്കുന്നുണ്ട്. ആ ഒരു പ്രദേശത്ത് 250ഓളം ഫാമിലികൾ. ഒരുപാട് സന്നദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന പുഷ്പ ടീംസ് ആണോ? ഒന്ന് പേര് പറയുമോ? എൻ്റെ പേര് അബ്ദുറസാഖ്. എൻ്റെ പേര് നിഷാദ്. എൻ്റെ പേര് മുർഷിദാഗത്തി. എൻ്റെ പേര് ഷാഫി. ക്ലബിൻ്റെ ഓർഗനൈസേഷൻ്റെ ചെയർമാനാണ്. കവരത്തി അല്ലേ? എൻ്റെ പേര് സാബർ. കവരത്തി. എൻ്റെ പേര് തങ്ങുകോയ. അതിൻ്റെ മുകളിൽ ഒരാളുണ്ട്, റഫീഖ്. ഇതാണ് പേരെന്താണ്? മുനീർ. ഇങ്ങോട്ടിൽ വർക്ക് ചെയ്യുന്ന ഇവിടുത്തെ PWD സ്റ്റാഫുമാരുണ്ട്. അവരും ഞങ്ങളോടൊപ്പം ഉണ്ട്. ഇവിടെ വെള്ളം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ പമ്പ് ചെയ്യുന്ന വെള്ളമാണ് നമ്മളിവിടെ കൊണ്ടുവന്ന് ഇതിലോട്ട് പമ്പ് ഓക്കെ. മാത്രമല്ല, അവർ ഉറക്കൊളിഞ്ഞിട്ട് ഇപ്പോൾ ഞങ്ങളോടൊപ്പം ഉണ്ടാവും. അപ്പോൾ ഇനി ഇതുപോലെയുള്ള നല്ല നല്ല പ്രവർത്തനങ്ങൾ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ സാധിക്കട്ടെ. ഓക്കെ, അപ്പോൾ ശരി. ഏതാ? ആര് സാറ്? ഇതാണ് സാറ്, അൻവർ. ഇവര് ആറ്റക്കോയ. അപ്പൊ ഇവരാണ് ബാക്കിയുള്ള 2 പേര് ഇല്ലയോ? അപ്പൊ ഇത് നമ്മുടെ NIT ഇവരാണ്. ഇവരിവിടെ 2 പേര് ഇവിടെ ഇരിപ്പുണ്ട്. അല്ല, ഇവിടെ 3 പേരുണ്ടായിരുന്നു. ഇവരാണ് നമുക്ക് വണ്ടിയിൽ വെള്ളം കയറ്റി വിടുന്നത്. ഇവരവിടെ നിന്നിട്ട് ബാക്കി. ഇവരാണ് ബാക്കിയുള്ള 2 പേര്. അപ്പൊ നമ്മൾ എത്ര പേരായിരുന്നു മൊത്തം പേര്? എത്ര പേര് വന്നിട്ടുണ്ടായിരുന്നു? നമ്മൾ 10 പേര് വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, ഇപ്പം ഇന്ന് രാവിലെ നാളെ രാവിലെ 6 മണിക്ക്
ബാർജ് കവരത്തിയിലോട്ട് പോകും. ആ ബാക്കിയുള്ള മെമ്പർമാരുണ്ട്, അങ്ങനെ 35 മെമ്പർമാരുണ്ട്. ബാക്കിയുള്ള മെമ്പർമാർ അവിടെ അതിനു വേണ്ടിയുള്ള സജ്ജീകരണം ചെയ്യുന്നുണ്ട്. കവരത്തിയിൽ ചെയ്യുന്നുണ്ട്. ആ ഇത് കൊണ്ട് ചെല്ലുമ്പോഴത്തേക്ക് അവിടുന്ന് ഇറക്കാനും ഒക്കെ ഉള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾ നാളെ ബാർജ് പോയി കഴിഞ്ഞാൽ നിങ്ങളപ്പോൾ തിരിച്ചു പോകും? ഇനി നാളെ തന്നെ പോകും. നാളെ ഹൈസ്പീഡ് ബസ്സിൽ പോകും. പോവില്ല. അപ്പോൾ എല്ലാവരും കണ്ടതിൽ ഭയങ്കര സന്തോഷം. ഇത് ഭയങ്കര ചിരിക്കാത്ത ഒരാളാണ്, ഭയങ്കര സീരിയസ് ആയിട്ട് അല്ലല്ല ചിരിച്ചില്ലേ ഇപ്പം ചിരിച്ചു കേട്ടോ അങ്ങനെ പറഞ്ഞപ്പോൾ. അപ്പോൾ ശരി പോട്ടെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ലക്ഷദ്വീപിൻ്റെ പുതിയ പുതിയ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് തുടർന്നുള്ള വീഡിയോകളിൽ കാണാം.